അഞ്ചാമത്തെ ആയിട്ടാണ് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് VRS എടുക്കുന്ന സമയത്ത് ഒരു സർവീസിൽ നിന്ന് നമ്മൾ സ്വമേധയാ റിട്ടയർ ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ, അതാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. VRS എടുക്കുക എന്ന് പറയും. വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അനുസരിച്ച് നമ്മൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാണ്. റിട്ടയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സ്വമേധയാ റിട്ടയർമെൻറ്റ് ഏജിൻ്റെ മുന്നേ പിരിഞ്ഞു പോരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഒരു എമൗണ്ട് വരെ എക്സംഷനാണ്. സാലറിയുടെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അത് പക്ഷേ ഒരു പരിധി വരെ എക്സംഷൻ ഉണ്ട്. അത് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എമൗണ്ടാണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ 4 കണ്ടീഷനാണ്. ഒന്ന് അതിൽ ആദ്യത്തെ 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അയാൾ എത്ര വർഷം അവിടെ സെർവ് ചെയ്തു വെച്ചാൽ അത് ആ വർഷങ്ങൾ ഇൻറ്റു 3 months ഇൻറ്റു സാലറി. ഓക്കെ, അപ്പോൾ 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അയാൾ എത്ര വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തു വെച്ചാൽ അത്ര വർഷങ്ങൾ മൾട്ടിപ്ലൈഡ് ബൈ 3 ഇൻറ്റു സാലറി. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. സാലറി മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് ഓഫ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ആക്ച്വൽ റിട്ടയർമെൻറ്റ്. അയാൾക്ക് ഇനി എത്ര ബാക്കിയുണ്ട്, സർവീസിന് എത്ര ബാക്കിയുണ്ട് വെച്ചാൽ ആ ബാലൻസ് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരാൾ നോർമൽ ഏജിന് മുന്നേ, സാധാരണ റിട്ടയർമെൻറ്റ് ഏജിന് ഒരു 5 വർഷം മുന്നേ റിട്ടയർ ചെയ്ത് വെച്ചാൽ ആ സാലറി ഇൻറ്റു ബാക്കി എത്ര വർഷമാണ് അയാൾക്ക് സർവീസിലുള്ളത് വെച്ചാൽ അത് പിന്നെ മാസങ്ങൾക്ക് ആക്കുക. വർഷങ്ങൾ പറ്റില്ല, മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് ഓഫ് മന്ത്സ് ആണ്. അപ്പോൾ ബാക്കി വർഷങ്ങൾ ഇൻറ്റു 12. അപ്പോൾ സാലറി ഇൻറ്റു ഇനി എത്ര സർവീസ് ഉണ്ട് ഇയേഴ്സ് ഇൻറ്റു 12. ഓക്കെ, ദെൻ മൂന്നാമത്തെ എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ്. ലാസ്റ്റ് വൺ ഈസ് നോട്ടിഫൈഡ് ലിമിറ്റ് 5 lakh. ഇതിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് DA ഇഫ് ഗിവൺ അണ്ടർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് കമ്മീഷൻ അറ്റ് എ ഫിക്സഡ് പെർസെൻറ്റേജ്. അപ്പോൾ DA പറഞ്ഞാൽ മാത്രമേ എടുക്കേണ്ടുള്ളൂ, കമ്മീഷൻ ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നാൽ മാത്രമേ എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കണ്ടീഷൻസ്. ഇപ്പോൾ ഒന്നാമത്തെ 3 months സാലറി ഫോർ എവരി കംപ്ലീറ്റഡ് സർവീസ്. അയാൾ എത്ര വർഷം സെർവ് ചെയ്ത് വെച്ചാൽ ആ വർഷങ്ങളെ ഇൻറ്റു 3 months ഇൻറ്റു സാലറി. രണ്ടാമത്തേൽ സാലറി റിട്ടയർമെൻറ്റ് സമയത്തുള്ള സാലറി ഇൻറ്റു അയാൾ ഇനി എത്ര സർവീസ് ബാക്കിയുണ്ട് ആ വർഷങ്ങൾ ഇൻറ്റു അത് മാസങ്ങളിലേക്ക് ആക്കാൻ 12. ദെൻ നോട്ടിഫൈഡ് ലിമിറ്റ് 5 lakh, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. അത്രയാണ് 4 കണ്ടീഷൻ. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ അബു ടുക്ക് VRS ഓൺ 1st May 2019. 2019 മെയ്യിലാണ് റിട്ടയർ ചെയ്യുന്നത്, VRS എടുത്തത്. 50ാമത്തെ വയസ്സിൽ. ഓക്കെ, 7,60,000 അയാൾക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അയാളുടെ നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 58 വർഷമാണ്. അപ്പോൾ 8 വർഷം മുന്നെയാണ് അയാൾ റിട്ടയർ ചെയ്യുന്നത്. ദെൻ 20 വർഷം അയാളുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്തു. 20 വർഷം അയാൾ സെർവ് ചെയ്തിട്ടുണ്ട്. ദെൻ അയാളുടെ മന്ത്ലി സാലറി റിട്ടയർമെൻറ്റ് സമയത്ത് 15,000 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടൈറ്റിൽ കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഓൺ VRS. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റ് ആണ്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ 3 months സാലറി ഫോർ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ 3 ഇൻറ്റു സാലറി 15,000 ഇൻറ്റു അയാൾ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു അവിടെ സർവീസിൽ 20 വർഷമാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇൻറ്റു 20. അപ്പോൾ ഇത് ആദ്യം 3 ഇൻറ്റു 15,000 ഇൻറ്റു 20 എന്ന് ഇട്ടാൽ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഞാനത് ആ സെൻറ്റൻസിൻ്റെ ഓർഡറിൽ പറഞ്ഞതേ ഉള്ളൂ. 3 months സാലറി ഫോർ എവരി കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ 3 ഇൻറ്റു സാലറി 15,000 ഇൻറ്റു കംപ്ലീറ്റ് ഇയർ 20. ഓക്കെ, അപ്പോൾ 9 lakh. ദെൻ അടുത്തത് സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് ഓഫ് മന്ത്സ് ലെഫ്റ്റ്. അപ്പോൾ അയാൾ റിട്ടയർമെൻറ്റ് സമയത്ത് അയാൾ സാലറി 15,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു ബാലൻസ് ഓഫ് മന്ത്സ്. അയാൾ 50ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. അയാൾ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് 58. അപ്പോൾ എത്ര ബാലൻസ് ഉണ്ട്? 8 വർഷമുണ്ട്. അപ്പോൾ 15,000 ഇൻറ്റു 8 ഇൻറ്റു ബാലൻസ് ഓഫ് ഇയേഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്, ബാലൻസ് ഓഫ് മന്ത്സ് ആണ്. അപ്പോൾ 8 ഇൻറ്റു 12 അല്ലെങ്കിൽ 96 months എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇൻറ്റു 96 എഴുതിയാലും മതി. അപ്പോൾ 15,000 into 8 into 12, 1,00,000
14,40,000 വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 7,60,000 ആണ്. നോട്ടിഫൈഡ് ലിമിറ്റ് 5 lakh. അപ്പോൾ അതിൽ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 lakh ആണ്. കിട്ടിയത് 7,60,000. അപ്പോൾ എക്സംഷൻ 5 ലക്ഷം. ടാക്സബിൾ എമൗണ്ട് കാണാൻ ആക്ച്വൽ മൈനസ് എക്സംഷൻ 7,60,000 മൈനസ് 5 lakh. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് 2,60,000. ഇത്രയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ആ 4 കണ്ടീഷൻ കാണാണ്ട് പഠിക്കുക. ഒന്ന്, അയാൾ എത്ര വർഷം സെർവ് ചെയ്ത് വെച്ചാൽ അത് ഇൻറ്റു 3 ഇൻറ്റു സാലറി. രണ്ടാമത്തേൽ ഇനി അയാൾക്ക് എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു അതിനെ മാസങ്ങളിലേക്ക് ആക്കിയിട്ട് ഇൻറ്റു സാലറി. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ദെൻ നോട്ടിഫൈഡ് ലിമിറ്റ്. അതിൽ ഏതാണ് ലീസ്റ്റ് എമൗണ്ട് എങ്കിൽ അതാണ് എക്സംഷൻ. ഇപ്പോൾ ടാക്സബിൾ കാണാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കണം. ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്ച്വൽ മൈനസ് എക്സംഷൻ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് എമൗണ്ട്, അതാണ് ടാക്സബിൾ എമൗണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ എളുപ്പമല്ലേ ഇത്? ഈ സംഭവം ആ കണ്ടീഷൻസ് അങ്ങോട്ട് നമ്മൾ 1 by 1 ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരെററും വരില്ല. ദെൻ അടുത്ത ടോപ്പിക്ക്, ലാസ്റ്റ് വൺ ടോപ്പിക്കാണ് റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. റിട്രഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ കമ്പനി പിരിച്ചുവിടുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം കമ്പനി സ്റ്റോപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ പിരിച്ചുവിടുകയാണ്. അങ്ങനെ ആകുമ്പോൾ എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കണം. കമ്പനിയിൽ നിന്ന് എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സാലറിയുടെ ഭാഗമാണ്, ടാക്സബിൾ ആണ്. അതേസമയം എക്സംഷൻ ഉണ്ട്. എത്രയാണ് എക്സംഷൻ? ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് എക്സംഷൻ. അതിൽ ഫസ്റ്റ് വൺ, 15 days ആവറേജ് പേ ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്രയാണ് അത്, അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതൊരു വർഷമാക്കുക. എന്നിട്ട് 15 days ആവറേജ് പേ. 15 days ആവറേജ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 30 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ 30 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 15 days ആവറേജ് പേ കാണാൻ 1/2. അപ്പോൾ 15 days ആവറേജ് പേ ഫോർ എവരി കംപ്ലീറ്റഡ് ഓഫ് സർവീസ്. രണ്ടാമത്തെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. മൂന്നാമത്തെ 5 lakh. ഇതപ്പോൾ ഏറ്റവും സിമ്പിളാണ് ഈ കണ്ടീഷൻസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി. ഒന്ന്, ശ്രീ മാത്യു ഈസ് എംപ്ലോയ്ഡ് ആസ് എൻ അക്കൗണ്ടൻറ്റ്. ടെക്സ്റ്റൈൽ മില്ലിലെ അക്കൗണ്ടൻ്റ് ആയിരുന്നു മുംബൈയിലെ. എന്ന് മുതൽ ഒക്ടോബർ 2006 മുതൽ അയാൾക്ക് 24,000 പെർ മന്ത് സാലറി കിട്ടുന്നുണ്ട്. ഡി എ 20%, സാലറിയുടെ 20% DA കിട്ടുന്നുണ്ട് ജനുവരി 2016 മുതൽ. ദെൻ അയാളുടെ സർവീസ് സ്റ്റോപ്പ് ചെയ്തു. എന്ന് മുതൽ 1 ജൂലൈ 2019 മുതൽ. ദെൻ കോമ്പൻസേഷൻ കിട്ടിയത് 3,50,000 ആണ്. അപ്പോൾ എന്തായിരിക്കും ടാക്സബിൾ എമൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ്റെ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എമൗണ്ട് ആണ് എക്സെപ്റ്റ്. ഒന്ന്, 15 days ആവറേജ് പേ ഫോർ എവരി കംപ്ലീറ്റഡ് ഓഫ് സർവീസ്. അപ്പോൾ ആവറേജ് പേ കാണണം. അതിന് നമ്മൾ ബേസിക് പേ എത്രയാണ് നോക്കണം. 24,000 ആണ് മന്ത്ലി സാലറി. പ്ലസ് DA പറയുന്നുണ്ട് 20%. സാലറിയുടെ 20%മാണ് DA. അപ്പോൾ 24,000-ൻ്റെ 20%, അതാണ് 4,800 ഇൻറ്റു എത്ര വർഷമാണ് അയാൾ അവിടെ വർക്ക് ചെയ്തത്. 2006 മുതലാണ് അല്ലേ. ഇപ്പോൾ 2006 ഒക്ടോബർ മുതൽ. ഇപ്പോൾ 2007, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. ജൂലൈ 2019 അയാൾ എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ 13 വർഷം ഇൻറ്റു ആവറേജ് പേ ഫോർ എവറി കംപ്ലീറ്റഡ് ഓഫ് സർവീസ് ഫണ്ട്. 15 ദിവസത്തെ ആവറേജ് പേ ആണ്. അപ്പോൾ 1/2. ഓക്കെ. 30 ദിവസത്തെ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസത്തെ 30 ദിവസത്തിൽ ആവറേജ് പേ, 15 ദിവസത്തെ ആവറേജ് പേ കാണാൻ 1/2. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് 18,72,000 വരും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനായി. രണ്ടാമത്തെ ആക്ച്വൽ എമൗണ്ട് 3,50,000. അയാൾക്ക് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അത്. സ്പെസിഫൈഡ് ലിമിറ്റ് 5 lakh. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് 1,87,200 ആണ്. Therefore, taxable amount is actual minus exempted. 3,80,000 minus 1,87,200. Therefore, 1,92,800 ആണ് ടാക്സബിൾ എമൗണ്ട് വരിക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. 15 days ആവറേജ് പേ ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ
15 ദിവസത്തെ ആവറേജ് പേ കാണണം. ഒരു മാസം 30 ദിവസമാണ്. 15 ദിവസത്തെ ആവറേജ് കാണാൻ 15 ഡിവൈഡ് ബൈ 30. അതാണ് ഇതിൽ 1/2 ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. 24,000 പ്ലസ് DA 4,800. 24,000-ൻ്റെ 20%, 4,800 ഇൻറ്റു 13 ഇൻറ്റു 15/30. അതായത് 15 ദിവസത്തെ ആവറേജ് പേ കാണാൻ. ഓക്കെ, അപ്പോൾ 1,87,200 വരും. പിന്നെ രണ്ടും നോട്ടിഫൈഡ് ലിമിറ്റും ആക്ച്വൽ എമൗണ്ടാണ്. അതൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഓർത്തിരിക്കാൻ. ആ ഒരു ഫസ്റ്റത്തെ കണ്ടീഷനാണ് ഇത്തിരി ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഇത്രയാണ് റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രോബ്ലം. റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു എംപ്ലോയീനെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിടുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ. അസമയം VRS എന്ന് പറയുമ്പോൾ അയാൾ സ്വമേധയാ തിരിച്ചു പോരുമ്പോഴുള്ള അയാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ. എന്തായാലും എമൗണ്ട് കിട്ടും. അപ്പോൾ രണ്ടിനും 2 തരം കണ്ടീഷൻസാണ് ആദ്യത്തെയും VRSൻ്റെ സമയത്തും റിട്രഞ്ച്മെൻറ്റിൻ്റെ സമയത്തുള്ളത്. കാരണം റിട്രഞ്ച്മെൻറ്റിൻ്റെ സമയത്ത് അയാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ വേറെയാണ്. അപ്പോൾ രണ്ടിനും ഒരു കണ്ടീഷൻ എഴുതാൻ പറ്റില്ല. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് സ്വമേധയാ പോകുന്നതും ഒന്ന് പിരിച്ചു വിടുന്നതും. അപ്പോൾ ഇതോടെ നമ്മളെ ചാപ്റ്റർ കഴിയാണ്. ഈ സാലറി എന്നിവിടെ പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഓരോ പോയിൻറ്റും ഓരോ എലമെൻസും സാലറിയുടെ ഓരോ എലമെൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ ഇത് ഒരു തെറ്റും കൂടാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ അവസാനമാകുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എഴുതുന്നില്ലേ, ടാലി ആവാണ്ടിരിക്കണ പോലെ നമ്മൾ ടാക്സബിൾ എമൗണ്ട് ടാക്സ് കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരാൾ എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് തെറ്റും. അപ്പോൾ നമ്മളെ അക്കൗണ്ടിങ്ങിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ടാലി ആവാത്തതുപോലെ ഇവിടെ ടാലിയുടെ പ്രശ്നമല്ല വരിക, നമ്മൾ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് തെറ്റും. അപ്പോൾ നമുക്ക് ഭാവിയിൽ വല്ല ടാക്സ് പ്രാക്ടീഷണറുടെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രാക്ടീസിന് പോകാനോ ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചും PG പഠിക്കാൻ അവരെ സംബന്ധിച്ചും എപ്പോഴും വേണ്ട, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോകണമെങ്കിലും എന്തായാലും ഈ ടാക്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾസും ഇതൊക്കെ നന്നായി പഠിക്കണം. എന്തായാലും ഇത് ഫ്യൂച്ചറിൽ ഈ ഫീൽഡിൽ നിൽക്കാൻ എന്താ പറയുക ഉദ്ദേശിക്കുന്നവർക്ക് ഇതെന്തായാലും വേണം. ഇനി ഫർദർ സ്റ്റഡീസിന് പോകണവർക്കും ടാക്സ് പ്രാക്ടീഷണർ അടുത്ത് പോകേണ്ടവർക്കും ഇനിയിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടവർക്കും എന്തായാലും ഈ സാധനം ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സാലറിയുടെ കഴിഞ്ഞത്. നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടും ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വീണ്ടും പറയണു, പ്രോബ്ലംസ് ഇനിയും വർക്കൗട്ട് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഇനിയുണ്ട് അസൈൻമെൻറ്റൊക്കെ നമുക്ക് വേണം, ഒരു അസൈൻമെൻറ്റ് വെക്കണം. അപ്പോൾ പ്രോബ്ലംസ് എന്തായാലും നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ തന്നതിൽ വല്ല നോട്ടിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ ആരും ഡൗട്ടുകളൊന്നും ചോദിച്ചു കാണാനില്ല. അതിൻ്റെ അർത്ഥം എല്ലാം മനസ്സിലായിട്ടാണ് ഇരിക്കണതെന്നാൽ അതാ ഈ 50 പേരിൽ ആരും ക്ലാസ് കണ്ടിട്ടില്ല എന്നാൽ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടതെന്നാവോ. എന്തായാലും വായിക്കുക, പഠിക്കുക. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്റർ, ഈ സാലറിയുടെ ചാപ്റ്റർ ഇതോടെ കഴിയാണ്. ഓക്കെ.